ഐഫോൺ 14 വന്ന ഇപ്പം അടുത്താണ്. ഈ ഐഫോൺ 14 വന്നേരെ അതിൽ ആപ്പിൾ കൊണ്ടുവന്നൊരു ഫീച്ചറാണ് ഡൈനാമിക് ഐലൻഡ്. ഒരു അടിപൊളി ഫീച്ചർ. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കി ആപ്പിൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഡൈനാമിക് ഐലൻഡ് ഒരു ചെറിയ ആപ്ലിക്കേഷനിൽ കൂടെ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കാം. നോക്കണേ, ആപ്പിളിന് വെച്ച ആപ്പ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചെറിയ ആൻഡ്രോയിഡ് മൊബൈലിൽ ഈ ഡൈനാമിക് ഐലൻഡ് ഒന്ന് കൊണ്ടുവരാം. അതെങ്ങനെ? അതിന് നമുക്ക് ഡൈനാമിക് ഐലൻഡ് എന്ന് തന്നെ പേരുള്ള ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനാണ്. അത് ഇൻസ്റ്റാൾ ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോണിലും ഈ ഡൈനാമിക് ഐലൻഡ് വരും. നമ്മളൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ മേലെ ടേൺ ഓൺ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. ഇതൊന്നങ്ങ് ഓൺ ആക്കി കൊടുക്കുക. ഓൺ ആക്കുന്ന ഒരു പെർമിഷൻ ചോദിക്കുക, അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ളതിൽ നോട്ടിഫിക്കേഷൻ പെർമിഷൻ കൊടുക്കണം. അതും അലോ ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ് ഇത്രയും ഇതിൽ ചെയ്യേണ്ടിയുള്ളൂ നമ്മൾ. പിന്നെ ഇവിടെ മേലെ വന്ന് കണ്ടോ, ഇതിൻ്റെ ഒരു സംഭവം മേലെ ഭാഗത്ത് വരും, നൊച്ചിൻ്റെ ഭാഗത്ത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ എന്നുള്ളിടത്ത് പോയാൽ ആ സംഭവത്തിൻ്റെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി ഇതിൽ കോള് വരുന്നേരം നോട്ടിഫിക്കേഷൻ വരുന്നേരം ഒക്കെ ഉള്ള സംഭവം കിടിലം സംഭവങ്ങളായിരിക്കും. കണ്ടോ, നോട്ടിഫിക്കേഷൻ വരുന്നേരം കണ്ടോ. ഇനി അതൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. ടച്ച് ചെയ്താൽ നോട്ടിഫിക്കേഷൻ നമുക്ക് അവിടെ നിന്ന് റിപ്ലൈ കൊടുക്കുകയോ കംപ്ലീറ്റിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇതിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് നോക്കുക. ലോങ് പ്രസ് ചെയ്താൽ അടിപൊളി സംഭവം. എന്തായാലും ഇതിൽ വേറെ ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഓരോന്നും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഈ ഡൈനാമിക് ഐലൻഡ് ഒരു സംഭവം തന്നെ കേട്ടോ. കിടില ലുക്കുമാണ്, ഉപയോഗിക്കാനുള്ള സെറ്റപ്പുമാണ് സംഭവം തന്നെ. നിങ്ങൾക്ക് ഇത് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. അതും നമുക്കൊരു ബൂസ്റ്റുമാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.